മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രൈമറി കണക്കുകളുടെ അഡിഷൻ, സബ്ട്രാക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ തുടർന്ന് മൂന്നാമത് നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ, സംഖ്യകളുടെ ഗുണനം നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ്. എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ അറിയുന്നുണ്ടാകും. പക്ഷേ എല്ലാ ടൈപ്പിലുള്ള ചോദ്യങ്ങളും നമ്മൾ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പരിചയപ്പെടുത്തി ശരിയായ ധാരണ കുട്ടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ശരി. ഫസ്റ്റില് ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 2. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. 4 2 = 8. 4 2 8 എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 4 × 2 ഉത്തരം നിങ്ങൾ കൂളായിട്ട് നിങ്ങൾ എഴുതും 8. 3 3 3 3 നിങ്ങൾക്കറിയാം 9. ഓക്കെ, ഇത് രണ്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് ഓരോ നമ്പർ ആയിട്ടാണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലേ. അപ്പൊ 2 ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഡിജിറ്റ് വരുന്ന ആൻസറുകൾ വരാം. ഒരു അക്കമുള്ള ഗുണനഫലം വരാം. ഇനി ഓരോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നോക്കുക. 6 × 4 നമുക്ക് കിട്ടുന്നത് 24 എന്നാണ്. 6 4 24 ഇവിടെ നോക്കൂ, ഓരോ നമ്പർ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്, പക്ഷെ കിട്ടിയത് 2 അക്ക സംഖ്യയാണ്. ഇവിടെ ഓരോ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് 1 അപ്പൊ ഓരോ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഓരോ നമ്പറുകൾ സംഖ്യകൾ ഗുണിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഒരക്കമുള്ള സംഖ്യയും വരാം, 2 അക്കമുള്ള സംഖ്യയും വരാം. 1 ഡിജിറ്റ് നമ്പറും ആൻസർ ആയിട്ട് വരാം, 2 ഡിജിറ്റ് നമ്പറും ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ 8 × 5 നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 40 എന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ ഒരു നമ്പറിലേക്ക് വരും ആൻസർ, അല്ലെങ്കിൽ 2 നമ്പറിലേക്ക് ആൻസർ വരും. അപ്പൊ നമുക്ക് എന്ത് കഴിഞ്ഞു? ഒരു നമ്പറും വരുന്ന ആൻസർ ഇത്രയേ ഉള്ളൂ. ശരിക്കും ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നേരിട്ട് അതിന്റെ ആൻസർ എഴുതി വെച്ചാൽ അത് തീർന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിൽ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ഇനിയോ ഇവിടെ ഓരോ നമ്പറിന്റെയാണ് പറഞ്ഞത് അല്ലെ. ഇനി 2 നമ്പർ മുകളിലും താഴെ ഒരു നമ്പറും, 2 നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ചെറിയ നമ്പറൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ പറ്റും, എങ്കിലും നമ്മൾ അതിൻ്റെ പ്രോസസ്സിലേക്കൂടെ പറയാം. നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു നമ്പറിനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 × 2 നമുക്ക് കിട്ടും. നോക്കിക്കോളൂ, 4 × 2 നമുക്ക് കിട്ടും ആ 8. ആ 8 4ന്റെ നേരെ താഴെ നമ്മൾ എഴുതുന്നു. അതായത് 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2നെ കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്തത്, അപ്പൊ അതിന് നേരെ താഴത്ത് എഴുതുന്നു. ഓക്കെ, ശരി. ഇനി അടുത്തത് 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ താഴെയുള്ള ഒരു നമ്പറിനെ മേലെയുള്ള ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് മാത്രമല്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, വലത്ത് നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് 4 × 2 8 എഴുതിയത്. ഓക്കെ, അപ്പൊ 4 × 2 8 എഴുതി. 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ അതിന്റെ ആൻസർ ആയി. ശ്രദ്ധിക്കണം, ഇത്രയേ ഉള്ളൂ. ഈ നമ്പറിനെ വലത്തെ നമ്പർ കൊണ്ട്, അതേ നമ്പറിനെ ഇടത്തെ നമ്പർ കൊണ്ട്. അപ്പൊ ഈ ഒരു നമ്പറിനെ കൊണ്ട് 2 എണ്ണത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം? ക്ഷമിക്കണം, തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 48 എന്ന് കിട്ടി. ഇനി അതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. 23നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9 കിട്ടും. 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. കറക്റ്റ് അല്ലേ? 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9, 3നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 6. അത് സിമ്പിൾ ആയിട്ടില്ല അതിന്റെ ആൻസർ. അപ്പൊ 2 നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഇൻറ്റു ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ശരി. ഇത് ചെറിയ നമ്പർ ആയിട്ടാണ് എളുപ്പത്തിൽ നമുക്ക്, നിങ്ങൾ വിചാരിക്കും ഇത് മനസ്സിൽ തന്നെ പറയാൻ പറ്റില്ല എന്ന്. മനസ്സിൽ പറയാൻ പറ്റുന്നവർക്ക് മനസ്സിൽ പറയാം. അതേ സമയത്ത് നോക്കൂ, 86 × 8 എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 8നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് ചെയ്യാം ലാസ്റ്റില്. ഇനി ഈ നമ്പറിന് പ്രത്യേകത നോക്കാം. 2 അക്കത്തിനെ ഒരക്കം കൊണ്ട് ഗുണിക്കുമ്പോൾ നേരിട്ട് ഗുണിച്ചിട്ട് ഇവിടെ മാത്രം നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടാൽ ഇതിനെ കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതി, ഇതിനെ കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതി, വേറെ ഒരു കുഴപ്പമില്ല. 2 എണ്ണത്തിനെ കൊണ്ട് ഇതിനെ ഗുണിക്കേണ്ടി വന്നു, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത്
പറയുന്നത് രണ്ടക്കത്തിന് നമ്മൾക്ക് രണ്ടക്കം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. രണ്ടക്കത്തിന് രണ്ടക്കം കൊണ്ട് ഗുണിക്കുമ്പോൾ പിന്നെ നോക്കിക്കോളൂ. ഇവിടെ നോക്കുക, ഇവിടെ വരുന്ന പ്രത്യേകത കണ്ടോ നിങ്ങൾ നോക്കിക്കോളൂ. 2 × 3 നമുക്ക് എത്ര കിട്ടി? 2നെ 3 കൊണ്ട് ഗുണിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് കരുതിയാൽ മതി? നിങ്ങൾ വിചാരിച്ചാൽ മതി രണ്ടക്കം ഉണ്ടാകുമ്പോൾ ഇവിടെ 3 ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ 2നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഈ 3ന്റെ നേരെ അടിയിൽ എത്ര എഴുതും? 6 എന്ന് എഴുതും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഈ 2നെ 1 കൊണ്ട് ഗുണിക്കുമല്ലോ. 2നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിന്റെ ഇടത് ഭാഗത്ത് എഴുതില്ലേ, അതിന്റെ ഇടത് ഭാഗത്ത് 2നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് 2 എന്ന് എഴുതും. ഓക്കെ, ഇനി നിങ്ങൾ ആരെ കൊണ്ട് ഗുണിക്കും? 2നെ കൂടാണ് ഇവിടെ 3 ഉണ്ടല്ലോ. അപ്പൊ ഈ 2നെ ഞാൻ പൊത്തിപ്പിടിച്ചു. അപ്പൊ ഇനി 3നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, 3നെ 3 കൊണ്ട് ഗുണിക്കണം. വലത്തുനിന്നാണ് ഇടത്തോട്ട് ഗുണിക്കണം കേട്ടോ. ഈ ഇടത്തുനിന്ന് വലത്തോട്ടല്ല, വലത്തുനിന്ന് ഇടത്തോട്ട്. റൈറ്റിൽ കാണുന്ന 3 അല്ലേ? 3 നമുക്ക് എത്ര കിട്ടി? 9. അത് എവിടെ എഴുതും? ഈ 3നെ കൊണ്ടല്ലേ നമ്മൾ ഗുണിച്ചത്. അപ്പോൾ അതിന്റെ നേരെ താഴെ ഇവിടെ, കാരണം ഇവിടെ എഴുതാൻ പറ്റില്ല. എവിടെ പൊത്തിപ്പിടിച്ചില്ലേ? പൊത്തിപ്പിടിച്ചു. ഇപ്പൊ 3ന്റെ 3 നമുക്ക് എത്ര കിട്ടും? നമുക്ക് 9 എന്ന് കിട്ടി. ഓക്കെ, 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3. അത് അതിന്റെ ഇടത് ഭാഗത്ത് എഴുതി. ഓക്കെ, അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചിട്ട് ഇവിടുന്ന് വെച്ചിട്ട് ഇടത്തോട്ട് വന്നു. ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ നേരെ താഴെ നിന്ന് അടുത്തോട്ട് വന്നു. ഇവിടെ പൊത്തിപ്പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കൂട്ടണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 6. ഇവിടെ വേണം 0 വേണം ചേർക്കാട്ടോ. ഓക്കെ, ഇനി അങ്ങനെ വിഷമമുണ്ടെങ്കിൽ 0 ചേർത്തിട്ട് ചെയ്യും. ഇടയ്ക്ക് തുമ്പൽ വരുന്നുണ്ട്. അപ്പൊ 6 ഇവിടെ 6 എന്ന് വന്നു. പിന്നെ 2 9 കൂട്ടുക. 9 2 കൂട്ടിയാൽ 11 കിട്ടും. ആ 11 നമ്മൾ 1 മാത്രമേ എഴുതുള്ളൂ. അത് നമ്മൾ മറ്റേതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ അഡീഷന്റെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 9 2 11 വരുമ്പോൾ ഈ 1നെ ഇവിടെ എഴുതി. ഈ 1നെ എന്ത് ചെയ്യും? ഇതിന്റെ മേലെ ക്യാരി ഓവർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 3 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ ആൻസർ നമുക്ക് 416 എന്ന് കിട്ടി. അപ്പൊ രണ്ടക്ക നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനി നോക്കാം. 34നെ 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 2 ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചു. അപ്പൊ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 4 എത്രയാണ്? 12 ആണ്. ശ്രദ്ധിക്കണം, 3 4 12. ഒരക്ക മാത്രമേ ഇവിടെ എഴുതിക്കൊള്ളൂ, ഒരു ഡിജിറ്റ് മാത്രമേ എഴുതിക്കൊള്ളൂ. ഇവിടെ 12 രണ്ടെണ്ണം വന്നില്ലേ? 1 2 രണ്ടെണ്ണം വന്നു. അപ്പൊ എന്ത് ചെയ്യണം? 3 4 12ലെ 2നെ എവിടെ എഴുതണം? ഇവിടെ എഴുതാം. ബാക്കി 1 ആ 1 എന്ത് ചെയ്യണം? ഈ 2ന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ആ 3 4 12 എഴുതിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇപ്പം 4നെ കൊണ്ട് മൾട്ടിപ്ലൈ 2 ബാക്കി 1 വന്നില്ലേ? ആ 1നെ നമ്മൾ ഇവിടെ ക്യാരി ഓവർ ചെയ്യാം. ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഈ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. 9ഉം ഈ 1ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 10. ആ 10 ഇവിടെ എഴുതാം. 10 ഇവിടെ എഴുതാം. ഒന്നുകൂടെ പറയാം, നോക്ക്. 3 4 12 ആണ്. 2 നമ്പർ ഇവിടെ എഴുതില്ല, ഒരു നമ്പറേ എഴുതുള്ളൂ. 2 ഇവിടെ എഴുതി. 1നെ നമ്മൾ മേലെ ക്യാരി ഓവർ ചെയ്തു. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 കിട്ടി. 9 1ഉം കൂട്ടിയിട്ട് നമ്മൾ 10 എഴുതി. അപ്പൊ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ 2 കഴിഞ്ഞു. ഇനി ആരെ മൾട്ടിപ്ലൈ ചെയ്യാൻ? ഇവിടെ 2 ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ 3നെ പൊത്തിപ്പിടിച്ചു. 3നെ നമ്മളിവിടെ പൊത്തിപ്പിടിച്ചാൽ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 4 നമുക്ക് എത്ര കിട്ടും? 8. ആ 8നെ നമ്മൾ ഇവിടെ എഴുതുക. ഈ 2ന് നേരെ താഴെ എഴുതുക. 8. ഓക്കെ, 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 6. അത് ഈ ഭാഗത്ത് എഴുതി. ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞു? ഇനി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഓക്കെ, 2 8ഉം 0 കൂട്ടിയാൽ നമുക്ക് 8 കിട്ടും. 1 6 കൂട്ടിയാൽ 7 കിട്ടും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി 46 × 23 എന്ത് മാറ്റം വരുന്നു നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3നെ 6 കൊണ്ട്. ഓക്കെ, അപ്പൊ 2 ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചു. അപ്പൊ 3 6 18. 18ന് 8 എന്നല്ലേ എഴുതാൻ പാടുള്ളൂ അല്ലെ? 18ലത്തെ 8 അല്ലേ എഴുതാൻ പാടുള്ളൂ. ബാക്കി 1 1നെ ഇതിന്റെ മേലേക്ക് ക്യാരി ഓവർ ചെയ്യാം. 1നെ 3 4 12. 12ഉം ഈ 1ഉം 13. ആ 13നെ ഇടത് ഭാഗത്ത് എഴുതുക. അപ്പൊ 3ന്റെ 2 മൾട്ടിപ്ലൈ ചെയ്തല്ലോ, ചെയ്തു. അപ്പൊ 3 ഇത് കഴിഞ്ഞു. ഇനി 2നെ 2 6 2 6 12 ആണ്. 12നെ 2 എഴുതാൻ പറ്റുള്ളൂ. 2 എവിടെ എഴുതി? ഈ 2ന്റെ നേരെ താഴെ ഇവിടെ എഴുതി. ഇവിടെ സ്കെയിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ 2 6 2 6 12.
ബാക്കി ഒന്നുണ്ടായിരുന്നല്ലോ. ആ ഒന്നിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി രണ്ടിന് ഇതിന്റെ മേലെ ക്യാരി ഓവർ ചെയ്യണം. ഇത് അവിടെ ഉണ്ടായതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ. അപ്പോൾ 2 4 8 8 1 9 എന്ന് പറയുന്നത് കിട്ടും. വീണ്ടും നമ്മളവിടെ ഒന്ന് എഴുതണ്ട, കാരണം നമ്മൾക്ക് അവിടെ നേരത്തെ ഉണ്ടായ ഒന്ന് അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ എഴുതിയത് കൊണ്ട് ഇത് മായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ എഴുതിയിട്ട് മായ്ച്ചു കഴിഞ്ഞു വെച്ചോ. അപ്പൊ ഇപ്പൊ നമ്മൾ 26 12 2 ബാക്കി 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക. 24 8 1 9. ഓക്കെ, ഇനി ഇത് കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ 8 3 2 5 1 9 10 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 78 × 52. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. 78 × 52 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ചെയ്യുമ്പോൾ 2നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 16 വരിക. അതിൽ ആരെ എഴുതാൻ പറ്റുള്ളൂ? 6ന്. ബാക്കി 1നെ നമ്മൾ മേലെ ക്യാരി ഓവർ ചെയ്തു. 2നെ 7 കൊണ്ട്. ശ്രദ്ധിക്കണേ, 2ന് തന്നെ 7 കൊണ്ട്. 2നെ 8 കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ 2നെ മുകളിലത്തെ ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി ഇപ്പുറം വേറൊരു നമ്പർ ഉണ്ട് വിചാരിച്ചോ, അതിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 2 8 16, ബാക്കി 1 എഴുതി. 2 7 14 1 15 അല്ലേ? 15. ബാക്കി നമുക്ക് വീണ്ടും 1 വന്നു അല്ലേ? 15 വരും. വേറെ നമ്പർ ഇപ്പോൾ ഇല്ലല്ലോ, അപ്പൊ നമുക്ക് 15 തന്നെ എഴുതാം. വേറെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ എഴുതാം. 2ന്റെ കഴിഞ്ഞു. ഇനി ബാക്കി 5 5 8. നമുക്ക് 5ന് 8 കൊണ്ടല്ലോ കൊടുക്കണ്ടേ? 5 8 40. അപ്പൊ 5ന് താഴെ എഴുതണ്ടേ? ഇവിടെ എഴുതണം. ഇവിടെ അല്ല, ഇവിടെ എഴുതണം. 5 8 40. 40ന്റെ ആരെ എഴുതും? നമ്മൾ 0 മാത്രമേ എഴുതും. ബാക്കി ആരുണ്ട്? 4. അപ്പൊ മേലെ ക്യാരി ഓവർ ചെയ്തത് ആരാണ്? നമുക്ക് എഴുതുന്നത് 4 മേലെ ക്യാരി ഓവർ ചെയ്യുന്നത്. 5 7 35. 35 4 39. ആ 39 ഇവിടെ എഴുതി. 39. ഇനി കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 5 9 1 10. ബാക്കി 1 ഉണ്ട്. ആ 1 ഇവിടെ. ആ 1 3 നമുക്ക് എത്ര കിട്ടും? 4 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതായത് 4056 അതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ സുഖമാണല്ലോ. ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. 8 6. ഇനിയിപ്പോൾ ഡയറക്റ്റ് പറയാം. 8 6 ഈസിയാണ്, ഒറ്റ നമ്പറിലേ ഉള്ളൂ. 8 6 48. ബാക്കി നമുക്ക് 4 വരും. ആ 4 മേലെ നമ്മൾ എഴുതി വെച്ചു. 48-ത്തെ 8 എഴുതി വെച്ച് ബാക്കി 4. 8 8 64. 64 4 68. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് വളരെ മനോഹരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് പറയാൻ നിങ്ങൾ പഠിച്ചു കൊടുക്കുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചോദ്യങ്ങൾ ഞാൻ തരികയാണ്. ഓക്കെ, അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ അത് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നു. 34 × 7. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നു 83 × 6. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ് 54 × 26. നാലാമത്തത് നിങ്ങൾക്ക് തരുന്നത് 91 × 32. ഓക്കെ, ഈ 4 പ്രോബ്ലങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യാം? കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഇതിൽ ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.